ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എംജെസ് നോളജ് ഹബ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 മാത്സിലെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ്. ഈ ലിമിറ്റ്സിൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷുവറായിട്ട് ഫൈനൽ എക്സാമിന് പ്രതീക്ഷിക്കാം. ഈ ഒരു മോഡൽ വന്നിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ ഇത് പഠിച്ചു പോവുക. Limit x tends 3 x square minus 5x plus 6 divided by x square minus x minus 6 ആണ് നമ്മൾ ആദ്യത്തെ ലിമിറ്റ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ലിമിറ്റിന് നേരിട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഫോം ഏതാടാ, 0/0 ഫോമാണ്. അപ്പോൾ ഈ 0/0 ഫോം നമുക്ക് എന്തല്ല, ഒരു സ്റ്റെബിലിറ്റി ഉള്ള ആളല്ല. 0/0 ഫോം നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് ഫാക്ടറൈസ് ചെയ്യും. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാനുള്ള ട്രിക്കൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം എന്താണെന്ന്. നമുക്ക് എന്തെടുത്ത് എഴുതാം, ലിമിറ്റ് x tends to 3 എന്നാൽ എടുത്തെഴുതാം. എന്താണ് ഇനി എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കാം. പല ടീച്ചർമാർ പല മെത്തേഡാണ്, ഇതെൻ്റെ മെത്തേഡാണ്, നോക്കിക്കോളും. എന്താണ് ഇവിടുത്തെ വില്ലൻ ആരാണ്? ഇവിടുത്തെ വില്ലൻ നമ്മൾ എക്സിന് 3 ഇട്ട് കൊടുത്തപ്പോഴാണല്ലോ മേലെ 3 ഇട്ട് കൊടുത്തപ്പോൾ മേലെ 0 കിട്ടി, താഴെ 3 ഇട്ട് കൊടുത്തപ്പോൾ താഴെ 0 കിട്ടി. ആ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായോ? മേലെ എക്സിന് 3 ഇട്ട് കൊടുത്തപ്പോൾ അവിടെ 0 കിട്ടി, താഴെ 3 ഇട്ട് കൊടുത്തപ്പോൾ അവിടെ 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വില്ലൻ ആരാന്നറിയോ? 3 ഇട്ട് കൊടുത്തപ്പോൾ അവിടെ കിട്ടിയതെങ്കിൽ x-3 ആണ് അവിടുത്തെ വില്ലൻ. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരാൾ ആര് കിട്ടും, x-3 കിട്ടും. അത് ഷുവറാണ്, കാരണം അതാണ് വില്ലൻ. വില്ലന്മാരെ കണ്ടെത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തില്ല, 0/0 കിട്ടൂല. അപ്പോൾ ആരാ വില്ലൻ? x-3. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, വെറുതെ ചോദിക്കട്ടെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എക്സിന് 2 ഇട്ട് കൊടുത്തപ്പോഴാണ് എന്ത് ചെയ്തത്, അവിടെ നിങ്ങൾക്ക് 0/0 കിട്ടിയെങ്കിൽ അവിടുത്തെ വില്ലൻ ആരാണ്? x-2 ആണ്. ഇനിയിപ്പോൾ അവിടെ -2 ഇട്ട് കൊടുത്തപ്പോഴാണ് 0/0 കിട്ടുന്നെങ്കിലോ, ചിഹ്നം മാറ്റ എക്സിലെ കൂടെ x+2 ആണ് അവിടുത്തെ വില്ലൻ. അപ്പോൾ ഇവിടെ മൈനസ് അല്ല, ഇവിടെ ആരാണ്? x-3 ആണ് വില്ലൻ. ആരാ വില്ലൻ? x-3 ആണ് ഒരാളെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത ആളെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇയാളെ നോക്കുക. ഇയാൾ x² ആണ്, ഇത് x² ആണ്, ഇത് x² ആണ്. ഇയാളെ നോക്കുക, ഇയാളെ നോക്കുക, സിമ്പിൾ ആണ്. എക്സിനോട് ആരെ മൾട്ടിപ്ലൈ ചെയ്ത് x² കിട്ടും? ഒരു എക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. പിന്നെ ഇനി അടുത്ത ചോദ്യം, -3നോട് ആര് മൾട്ടിപ്ലൈ ചെയ്താൽ 6ന് കിട്ടും? -3നോട് ആര് മൾട്ടിപ്ലൈ 6ന് കിട്ടും? -2നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, സിമ്പിൾ. ഓക്കെ, ഇനി ഓൾ ഡിവൈഡഡ് ബൈ, താഴെയും 0 കിട്ടാൻ ആര് കാരണം? x-3 ഒരു കാരണമാണ്. അപ്പോൾ അയാൾ എഴുതാം. ഇനി ഈ ആരൊക്കെ നോക്കണം, ആദ്യത്തെ ആളെയും അവസാനത്തെ ആളെയും നോക്കിയാൽ മതി. എക്സിന്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്ത് x² കിട്ടും? ഒരു എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -3ന്റെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ -6 കിട്ടും? ഒരു +2നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ, പെട്ടെന്ന്. ഇനി നമ്മൾ വില്ലന്മാരൊക്കെ കട്ട് ചെയ്തു. ബാക്കി ആരാളുള്ളത്? ലിമിറ്റ് x tends to 3 ആരാണ് ബാക്കിയുള്ളത്? x-2 ഡിവൈഡഡ് ബൈ x+2 ആണുള്ളത്. ഇനി എന്ത് ചെയ്യാം, വില്ലന്മാർ പോയാൽ നമുക്ക് നേരിട്ട് ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലിമിറ്റ് 3 ആണ്. അപ്പം എന്ത് ചെയ്യാം, 3 അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എക്സിന് 3 കൊടുക്കുമ്പോൾ 3 - 2 ഡിവൈഡ് ബൈ 3 + 2 ആൻസർ ഒരു 1/5 എന്നാണ്. ആൻസർ എന്താ വരിക? 1/5 ആണ്. അപ്പോൾ രണ്ടാമത്തെ ലിമിറ്റ് വന്നത്, രണ്ടാമത്തെ ഫംഗ്ഷൻ വന്നത് ലിമിറ്റ് x tends to x³ - 2x² ഡിവൈഡഡ് ബൈ x² - 3x+2 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ഇതേമാതിരി തന്നെ ഫാക്ടറൈസ് ചെയ്യുകയും ചെയ്യാം. ഒരു ട്രിക്കും പറഞ്ഞുതരാം, എൻ്റെ വകയിരിക്കട്ടെ. എന്താണ് ലിമിറ്റ് x tends to ഞാൻ അതേപോലെ ഇട്ടു, അതാണ് നമ്മളെ ലിമിറ്റ്. ഇതെന്താണ്, നിങ്ങൾ നേരിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0/0 ഫോമാണ്, സ്റ്റേബിൾ അല്ല. അപ്പോൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുന്നതിന് മുന്നേ ചെറിയ ട്രിക്ക് പറഞ്ഞാൽ, ഇവിടെ x² ഉണ്ട്, x³ ഒരു x² ഇല്ലേ, ഇവിടെ x² ഉണ്ട്. അപ്പോൾ ഒരു x² അങ്ങ് പുറത്തേക്ക് എടുത്ത് ബാക്കി ആരുണ്ടാവും? ഒരു x-2 ഉണ്ടാവും, ഒരു x-2 ഉണ്ടാവും ഡിവൈഡഡ് ബൈ. ഇനി താഴെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, താഴെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ അതിന് 0 കിട്ടാൻ കാരണം ഇവിടെ ആരാണ്? x2 ഇട്ട് കൊടുത്തപ്പോഴാണ് ആ ഒരു ഫംഗ്ഷൻ 0 ആയത്. ശരിയാണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വില്ലൻ ആരാവും? എക്സിന് 2 ഇട്ട് കൊടുത്തപ്പോഴാണ് ആയതെങ്കിൽ അവിടെ x-2 ആണ് വില്ലൻ. അപ്പോൾ ഒരാൾ x-2 ഉണ്ടാകും, വേറൊരാൾ ആരുണ്ടാവൂടാ? ഇയാളെ നോക്കുക, ഇയാളെയും പിന്നെ ആരെ നോക്കുക? 2നെ നോക്കുക. എക്സിനോട് ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ x² കിട്ടുക? ഒരു എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അടുത്തത് -2നോട് ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടുക? 2 കിട്ടുക, +2 കിട്ടണമെങ്കിൽ ആരെന്നെ വേണം? -1 തന്നെ വേണം. ഓക്കെ, അത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവണം. നിങ്ങൾ ചെയ്ത് പഠിച്ചതിനെ മനസ്സിലാവും. കണ്ടോ, മേലെയും താഴെ x-2 ആണ് വില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി ആരുണ്ട്? ലിമിറ്റ് x tends to 2. ബാക്കി ആരുണ്ട്? x² x-1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എക്സിന് നേരിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആരാണ്? ഇപ്പോൾ ബാക്കി ആരുണ്ടാവും? 2² ഡിവൈഡഡ് ബൈ 2 - 1 4/6 ഉണ്ട്, 1 ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതേമാതിരി തന്നെ നമുക്ക് ഒരാളെ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ ചെയ്യാൻ പറ്റും. ആരാണ് ഫംഗ്ഷൻ നോക്കാം. എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് 4x ഡിവൈഡ് ബൈ x² മൈനസ് 4 എന്നാണ്. അതിന് നമ്മൾ നേരിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0/0 ഫോമാണ് കിട്ടുക. അപ്പോൾ അത് സ്റ്റേബിൾ അല്ല, നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം. നിങ്ങൾ x² മേലേക്കുള്ള ആരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ x² മേലേക്കുള്ള ആരങ്ങ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും x² മേലേക്കുള്ള ആര് കണ്ടു കഴിഞ്ഞാൽ ഒരു എക്സിനാണ് പുറത്തേക്ക് എടുത്താൽ മതി. ഞാൻ ഇവിടുന്ന് ഒരു എക്സിനെ അങ്ങ് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. ലിമിറ്റ് x ടെൻസ് ടു 2 ഒരു എക്സിനെ അങ്ങ് പുറത്തേക്ക് എടുത്ത്, അപ്പോൾ ബാക്കി അറിയാം ഈ എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എക്സ് പോയി കഴിഞ്ഞാൽ x² മൈനസ് 4x പ്ലസ് 4 ആയി ഡിവൈഡഡ് ബൈ ബാക്കി ആരുണ്ട് ഇവിടെ. അത് അതുപോലെ എഴുതാം, താഴെ ഒന്നും ചെയ്യണ്ട, കാരണം നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനുള്ള ഒരു ഭാഗമാണത്. അപ്പോൾ അത് അതേപോലെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ, ഇത് അടുത്തൊരു പോളിനോമിയൽ ഫംഗ്ഷൻ. ഇതിൽ ആരാ വില്ലനെ കണ്ടെത്തിയിട്ട് ഈ പോളിനോമിയൽ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക, ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആരുണ്ടാവും നോക്കാം നമുക്ക്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 നോക്കാം. ആരാണ് ഇവിടെ 0/0 കിട്ടാൻ കാരണം എന്താണ്, എക്സിന് 2 ഇട്ട് കൊടുത്തോളണം. അപ്പോൾ ആരോടെ വില്ലൻ, എക്സും -2 ആണ് വില്ലൻ. എക്സ് ആരാണ്, -2 ആണ് വില്ലൻ. അപ്പോൾ ഒരു എക്സ് അതേപോലെ എഴുതി, ഇനി ഒരു x-2 ഉണ്ട് അങ്ങനെ എഴുതി, കാരണം വില്ലനെ കിട്ടി. ഇനി നമുക്ക് നോക്കാം ആരൊക്കെ നോക്കണം, ഇങ്ങേരെ നോക്കണം, ഇങ്ങേരെ നോക്കണം. ആരാണ് എക്സിനോട്, ഈ എക്സിനോട് ആരെ മൾട്ടിപ്ലൈ ചെയ്ത് x² ഇട്ടുക, ഒരു എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -2നോട് ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ +4 ഇട്ടുക, ആരാണ്ട് -2 മൾട്ടിപ്ലൈ ചെയ്യണം. ഓൾ ഡിവൈഡഡ് ബൈ x² - 4 ഒരു x-2 ഒരു വില്ലനായിട്ടുണ്ടല്ലോ. യെസ്, x-2 ഒരു വില്ലനായിട്ടുണ്ട്. ഇനി എക്സിനോട് ആരെ മൾട്ടിപ്ലൈ ചെയ്താലോടെ, ഇനി എക്സിനോട് ആരെ മൾട്ടിപ്ലൈ ചെയ്ത് x² കിട്ടും, ഒരു എക്സിന് മൾട്ടിപ്ലൈ ചെയ്താൽ ആ 2 ഉണ്ടെങ്കിൽ അടുത്ത ആളെ തന്നെ നമ്പർ ആയിട്ട് എടുത്തോ. എന്താണ് അതിന് ആരെ മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. പറടാ ആരെ, അതായത് -2ന്റെ കൂടെ ആരെ എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. -2ന്റെ കൂടെ -4 കിട്ടണം കേട്ടോ, -4 ആണ്. അപ്പോൾ -4 കിട്ടണമെങ്കിൽ ആരെ മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു +2 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ. ഇനി നമ്മൾ വില്ലനെ കണ്ടെത്തി, x-2 ആണ് വില്ലൻ, ഒരു വില്ലനെ കട്ട് ചെയ്തു, അപ്പോൾ ഒരു വില്ലനും കൂടി ഇല്ലേ. അപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നേ. ആ വില്ലൻ തരുന്ന പണി ഞങ്ങൾക്ക് കാണിച്ചു തരാം. എക്സ് ടെൻസ് ടു ബാക്കിയുള്ള ആൾക്കാരെ എഴുതിക്കോ, എക്സ് ഇൻറ്റു x-2 ഡിവൈഡഡ് ബൈ x+2 ആണ്. ഇനി നേരിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആരുണ്ടാവുക, ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 - 2 ഡിവൈഡഡ് ബൈ 2 + 2. മേലെന്താണ് 2 ഇൻറ്റു 0/4, അതായത് എന്താണ് 0/4, അതെന്തായി മാറി 0. മേലെ ഒരു വില്ലനുള്ള കാരണം എന്ത് ചെയ്തു, മേലെ 0 ആയിപ്പോയി. വില്ലനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ബാക്കി സ്ഥലമില്ല. പക്ഷെ 0 എന്താണ് ഒരു പോളിനോമിയൽ ഒരു നമ്പർ എന്താണ് അപ്ലിക്കബിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നോട്ട് ഡിഫൈൻഡ് വരാതിരിക്കലാണ് നമ്മുടെ കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.